ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ഷഡ്വിംശോऽധ്യായഃ. ശ്രീഭഗവാനുവാച അഥ തേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യദ്വിദിത്വാ വിമുച്യേത പുരുഷഃ പ്രാകൃതൈർഗുണൈഃ. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യാത്മദർശനം യദാഹുർ വർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. അനാദിരാത്മാ പുരുഷോ നിർഗുണഃ പ്രകൃതേഃ പരഃ പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർ വിശ്വം യേന സമന്വിതം സ ഏഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു യദൃച്ഛയൈവോപഗതാം അഭ്യപദ്യത ലീലയാ. ഗുണൈർവിചിത്രാഃ സൃജതീം സ്വരൂപാഃ പ്രകൃതിം പ്രജാഃ വിലോക്യ മുമുഖേ സദ്യഃ സ ഇഹ ജ്ഞാനഗൂഹയാ. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേഃ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യത്തെ. തദസ്യ സംസൃതിർബന്ധഃ പാരതന്ത്ര്യം ച തൽകൃതം ഭവത്യകർത്തുരീശസ്യ സാക്ഷിണോ നിർവൃതാത്മനഃ. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദുഃ ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം. ദേവഹൂതിരുവാച പ്രകൃതേഃ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമാ ബ്രൂഹി കാരണയോരസ്യ സദസച്ഛേദാത്മകം. ശ്രീഭഗവാനുവാച യത്തത്ര ഗുണമവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹുർ അവിശേഷം വിശേഷവത്. പഞ്ചഭിർബ്രഹ്മ ചതുർഭിർദശഭിസ്തദാ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദുഃ. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാപോഗ്നിർമരുന്നഭഃ തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വഗ്ദൃഗ്രസനനാസികാഃ വാക്കരൗ ചരണൗ മേഢ്രം പായുർദശമ ഉച്യത്തെ. മനോബുദ്ധിരഹങ്കാരശ്ചിത്തമിത്യന്തരാത്മകം ചതുർധാ ലക്ഷ്യത്തെ ഭേദോ വൃത്യാലക്ഷണയുക്തയാ. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ സന്നിവേശോ മയാ പ്രോക്തോ യക്കാലഃ പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേ യതോ ഭയം അഹങ്കാരവിമൂഢസ്യ കർത്തൃപ്രകൃതിമീഷഃ. പ്രകൃതേർഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവീ ചേഷ്ടാ യതഃ സ ഭഗവാൻ കാല ഇത്യുപലക്ഷിതഃ. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി സമന്വേത്യേഷ സത്വാനാം ഭഗവാനാത്മമായയാ. ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ ആധത്ത വീര്യം സാ സൂത മഹത്തത്വം ഹിരൺമയം. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥാ ജഗദങ്കുരഃ സ്വതേജസാ പിബത്തീവ്രം ആത്മപ്രസ്വാപനം തമഃ. യത്തത്സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതഃ പദം യദാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദാത്മകം. സ്വച്ഛത്വമവികാരത്വം ശാന്തത്വം ഇതി ചേതസഃ വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാ വാം പ്രകൃതിം പരാം. ഇവിടെ കഴിഞ്ഞ ദിവസം 19-ാമത്തെ ശ്ലോകം എടുക്കാൻ വിട്ടു. 19-ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ ആധത്ത വീര്യം സാ സൂത മഹത്തത്വം ഹിരൺമയം. അപ്പോൾ അതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി. അപ്പോൾ ആ അന്തര്യാമിയായിരിക്കുന്ന ആ പുരുഷൻ, ആ
അതുപോലെ പുറത്ത് ബഹി കാലസ്വരൂപനായിരിക്കുന്ന രണ്ടും ഈശ്വരൻ തന്നെ. സമന്വേത്യേഷ സത്വാനാം, അങ്ങനെ അവർ സമന്വയിക്കുമ്പോൾ ആത്മമായയാ, അത് ആ ഭഗവാൻ തന്നെ, രണ്ടു പേരും ഭഗവാൻ തന്നെ. ഭഗവാൻ തന്നെ ആ മായാവൈഭവം ഹേതുവായിട്ട് ആ ജീവജാലങ്ങളുടെ അന്തർഭാഗത്ത് പുരുഷനായും പുറമെ കാലസ്വരൂപനായിട്ടും വർത്തിക്കുന്നു എന്ന് പറഞ്ഞു. 24 തത്വങ്ങളെ ഏവയെന്ന് പറഞ്ഞതിന് ശേഷം ആ കാലം 25ാമത്തേതാണെന്ന് പറഞ്ഞു. അത് മന്വന്തരം, അത് ഒരു മതാന്തരം ആണ്, അഭിപ്രായ വ്യത്യാസമാണ്. പുരുഷൻ തന്നെ കാലം എന്ന് വെച്ചാൽ ആകെ 25 മാത്രമേ ആണ് തത്വമുള്ളത്. പുരുഷനും കാലവും വെവ്വേറെ എന്ന് വെച്ചാൽ 26 തത്വമായി. ജീവനും ഈശ്വരനും ഒന്നു തന്നെ എന്ന പക്ഷത്തിൽ തത്വങ്ങൾ 25, രണ്ടെന്ന പക്ഷത്തിൽ 26 എന്നും വ്യാഖ്യാനിക്കാം. അപ്പൊ ആദ്യം 24 പറഞ്ഞു, പിന്നെ കാലത്തെയും പുരുഷനെയും പറഞ്ഞു. കാലം പുറത്തും പുരുഷൻ അകത്തും ആണ്. അപ്പൊ പുറത്തുള്ള കാലം സാക്ഷാൽ ഈശ്വരൻ, അകത്തുള്ള പുരുഷൻ ജീവൻ. അങ്ങനെ ആയാൽ 26 എന്ന അർത്ഥം. എന്നിട്ടാണ് ഇത് പറയുന്നത്, ദൈവാത് ശുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ ആധത്ത വീര്യം സാസൂത മഹത്തത്വം ഹിരൺമയം. അപ്പൊ ആ ജീവാദൃഷ്ടം നിമിത്തം, അതായത് ആ സൃഷ്ടിയുടെ ഇതിലേക്ക് ആ ഈക്ഷണം ചെയ്തത് നിമിത്തം ക്ഷോഭിച്ച ആ ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ സ്വന്തം ആ മൂലപ്രകൃതിയിൽ ആ ഈശ്വരൻ ആ വീര്യത്തെ ആധാനം ചെയ്തു. അങ്ങനെ അത് ആ ഹിരൺമയമായിരിക്കുന്ന ആ മഹത്തത്വത്തെ ജനിപ്പിച്ചു. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ആ മഹത്തത്വം ആണെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവാത് ശുഭിതധർമ്മിണ്യാം, ആ ഈശ്വരനിൽ, നിർഗുണനായിട്ടുള്ള ഈശ്വരനിൽ ആ ക്ഷോഭം, ആ ഗുണവൈഷമ്യം കൊണ്ട് ക്ഷോഭം ഉണ്ടായി. ആ ക്ഷോഭം ഉണ്ടായപ്പോൾ ധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ, ആ സ്വന്തം ആ മൂലപ്രകൃതിയിലെ യോനൗ, സ്വസ്യാം യോനൗ, ആ മൂലപ്രകൃതിയിലെ ആ പരംപുമാൻ, ആ ഈശ്വരൻ തൻ്റെ വീര്യത്തെ, ആധത്ത വീര്യം, ആ വീര്യത്തെ അതിൽ ആധാനം ചെയ്തു, അതിൽ സ്ഥാപിച്ചു എന്നർത്ഥം. വീര്യത്തെ അതിലേക്ക് കൊടുത്തപ്പോൾ, ആ പ്രകൃതിയിൽ ആ വീര്യത്തെ കൊടുത്തപ്പോൾ അത് ഒരു ഹിരൺമയമായിരിക്കണം, അതായത് സ്വർണ്ണ നിറം ആയിരിക്കുന്നത് ജ്യോതിസായിട്ട് അതിന് മഹത്തത്വം, ആ മഹത്തത്വത്തെ ആ സൂത ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ ദൈവാത്, ആ ജീവാദൃഷ്ടം നിമിത്തം, ക്ഷുഭിതധർമ്മിണ്യാം, ക്ഷോഭിച്ച ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള, സ്വസ്യാം, സ്വകീയമായിരിക്കുന്ന, യോനൗ, ആ മൂലപ്രകൃതിയിൽ, പരപ്പുമാൻ, ഈശ്വരൻ, വീര്യം, വീര്യത്തെ, ആധത്ത, ആധാനം ചെയ്തു, സ, അത്, ഹിരൺമയം, ഹിരൺമയമായ മഹത്തത്വം, മഹത്തത്വത്തെ അസൂത ജനിപ്പിച്ചു. എന്നുകൂടി പറയാം, ദൈവാത്, ആ ജീവാദൃഷ്ടം നിമിത്തം, ക്ഷുഭിതധർമ്മിണ്യാം, ക്ഷോഭിച്ച ത്രിഗുണങ്ങളോട് കൂടിയിരിക്കുന്ന, സ്വസ്യാം, സ്വകീയമായിരിക്കുന്ന, യോനൗ, ആ മൂലപ്രകൃതിയിൽ, പരംപുമാൻ, ആ ഈശ്വരൻ, വീര്യം, വീര്യത്തെ, ആധത്ത, ആധാനം ചെയ്തു, സാ, അത്, ആ ഹിരൺമയം, ഹിരൺമയമായിരിക്കുന്ന മഹത്തത്വം, മഹത്തത്വത്തെ അസൂത ജനിപ്പിച്ചു. അതിലത്തെ അന്വയം വരുന്നത് ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യഃ യോനൗ പരഃ പുമാൻ വീര്യം ആധത്ത സാ ഹിരൺമയം മഹത്തത്വം അസൂത. എന്നും കൂടി പറയാം, ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ വീര്യം ആധത്ത സാ ഹിരൺമയം മഹത്തത്വം അസൂത. അതായത് ജീവാദൃഷ്ടം നിമിത്തം ക്ഷോഭിച്ച ത്രിഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ആ സ്വകീയമായിരിക്കുന്ന മൂലപ്രകൃതിയിൽ ആ ഈശ്വരൻ ആ വീര്യത്തെ ആധാനം ചെയ്തു. അത് ഹിരൺമയമായിരിക്കുന്ന ആ മഹത്തത്വത്തെ ജനിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ പറയണത്. അപ്പോൾ 19ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്.
പരമ പുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ ആ ജീവികളുടെ അദൃഷ്ടത്താൽ ക്ഷോഭിച്ച് ആ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ആ പ്രകൃതിയിൽ ചിച്ഛക്തി രൂപമായിരിക്കുന്ന വീര്യം ആധാനം ചെയ്തു. അപ്പോൾ പ്രകൃതി പ്രകാശബഹുളമായിരിക്കുന്ന മഹത്തത്വത്തെ പ്രാപിച്ചു. ഈ പ്രകൃതി പുരുഷ സംയോഗത്താൽ ഒന്നാമതായിട്ട് വികസിപ്പിച്ചിരിക്കുന്ന ഈ മഹത്തത്വം ലോകമാകുന്ന മഹാവൃക്ഷത്തിന്റെ അങ്കുരസ്ഥാനമാകുന്നു. പ്രകൃതിയുടെ ധർമ്മങ്ങളായിരിക്കുന്ന ആ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ആ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ജീവന്മാരുടെ അദൃഷ്ടം നിമിത്തം, പ്രകൃതിയുടെ അധർമ്മങ്ങളായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ആ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ജീവന്മാരുടെ അദൃഷ്ടം നിമിത്തം അന്യോന്യ സമ്മേളനം സംഭവിച്ചു. ഇതിന് ഗുണക്ഷോഭം എന്നാണ് പറയുക. അങ്ങനെ ഈശ്വരൻ്റെ ആ അഭിവ്യക്തിക്ക് ഈ പ്രകൃതി സ്ഥാനമായി തീർന്നു. അങ്ങനെ ഈശ്വരവീര്യത്തെ ആ ചിച്ഛക്തി ആ പ്രകൃതിയിൽ പ്രതിഫലിച്ചു. അങ്ങനെ അതിപ്രകാശത്തോടു കൂടിയിരിക്കുന്ന ആ ശക്തി അതാണ് മഹത്തത്വമായിട്ട് ഭവിച്ചത്. ഇതിനെ ഈ ചിച്ഛക്തിയെ പുരുഷന്റെ വീര്യമായിട്ടും പ്രകൃതിയെ ഒരു സ്ത്രീയായിട്ടും ഭാവിക്കുന്നതായാൽ ജഗത് ഉത്പത്തിയെ ധരിപ്പാൻ കുറെ എളുപ്പം ഉണ്ടെന്നുള്ള അഭിപ്രായത്തോടു കൂടെ ആ പ്രകൃതിയിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ആ പരമപുരുഷൻ പ്രകൃതിയിൽ സ്വശക്തിയാകുന്ന വീര്യത്തെ ആധാനം ചെയ്തപ്പോൾ മഹത്തത്വം എന്നു പേരായ ആ പ്രഥമപുത്രനെ പ്രകൃതി ജനിപ്പിച്ചു എന്നിവിടെ വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി സന്നിഹിതനായ പുരുഷൻ തന്നെ ആ മഹത്തത്വം. ആ ഭാര്യാഭർത്തൃ സംയോഗജന്യ ഫലം സന്താനം എന്ന നിലയിൽ പ്രഥമ സന്താനം ആ മഹത്തത്വം എന്നാണ് ഇവിടെ വിവക്ഷ ചെയ്യുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ആ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ഇപ്പൊ ഇവിടെ പറയുന്നത് ആദൗ പരഹ പുമാൻ, ആദിയിൽ ആ പരമപുരുഷൻ മായയാകുന്ന ചിച്ഛക്തി ആധത്ത ആ ചിച്ഛക്തിയെ സ്വീകരിച്ച തഥാ സാ പ്രകൃതി ആ പ്രകൃതി പ്രകാശബഹുളം മഹത്തത്വം പ്രകൃതി കൊണ്ട് ആ മഹത്തത്വം പ്രകാശബഹുളമായിരിക്കുന്ന ആ മഹത്തത്വത്തെ സുഷുവേ അവിടെ കാണിച്ചു, മഹത്തത്വത്തെ കാണിച്ചു. ഇതാണ് 19ാമത്തെ അതുപോലെ സമഹാൻ ആ മഹത്തത്വം സ്വസ്മിൻ സൂക്ഷ്മരൂപേണ അതിൻ്റെ സൂക്ഷ്മരൂപം കൊണ്ട് സൂക്ഷ്മരൂപത്തിൽ സ്ഥിതം ചെയ്തിട്ട് വിശ്വത്തെ പ്രകാശിപ്പിച്ച് പ്രളയകാലികം തമഹ പപവും ആ പ്രളയകാലത്തുണ്ടായിരുന്ന തമസ്സിനെ അവിടെ ഇല്ലാതെയാക്കി. അത് പറഞ്ഞു. ആദൗ പരപ്പുമാൻ മായായാം ചിച്ഛക്തിമാധത്ത തഥാ സാ പ്രകൃതിം പ്രകാശബഹുളം മഹത്തത്വം സുഷുവേ സ മഹാൻ തസ്മിൻ സൂക്ഷ്മരൂപേണ സ്ഥിതം വിശ്വം പ്രകാശയൻ പ്രളയകാലികം തമ പപൗ തത്മഹത്തത്വം ഭഗവതഃ പ്രാപ്തിസ്ഥാനം. ഇതാണ് ആ 19ാമത്തെ ശ്ലോകത്തെ വ്യാഖ്യാനം വരുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള ശ്ലോകം അത് കഴിഞ്ഞിട്ട് ഈശ്വരേച്ഛയാൽ ആ പ്രകൃതിയിലെ ഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിച്ചു എന്ന് പറഞ്ഞു. പരമേശ്വരൻ ആ പ്രകൃതിയാകുന്ന യോനിയിൽ വീര്യത്തെ ആധാനം ചെയ്തു എന്നു. പ്രകൃതി ആ സ്വർണ്ണമയമായിരിക്കുന്ന മഹത്തത്വത്തെ ജനിപ്പിച്ചു എന്നു. പ്രകൃതിയിൽ ലീനമായി കിടക്കുന്ന ആ സത്വാദി ത്രിഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥയ്ക്ക് ഈശ്വരേച്ഛ ഹേതുവായിട്ട് ക്ഷോഭം സംഭവിച്ചു. അപ്പോഴാണ് മഹത്തത്വം രൂപം കൊണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥ ജഗദങ്കുരഃ സ്വതേജസ വിഭത്തീവ്രം ആത്മപ്രസ്വാപനം തമഹ. 20ാമത്തെ ശ്ലോകത്തില് ആ നാശരഹിതനും പ്രപഞ്ചത്തിന്റെ ആ ബീജവുമായിരിക്കുന്ന ആ മഹത്തത്വം അതിൻ്റെ തേജസ് കൊണ്ട് ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന അന്ധകാരത്തെ പാനം ചെയ്ത് നശിപ്പിച്ചു എന്നും പറഞ്ഞു. 21ാമത്തെ ശ്ലോകത്തിലെ യത്തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതപദം യദാഹു വാസുദേവാഖ്യം ചിത്തം
തന്മഹദാത്മകം, ആ സത്വഗുണത്തോട് കൂടിയിരിക്കുന്ന, ആ നിർമ്മലമായിരിക്കുന്ന, നിർമ്മലവും ശാന്തവും ആ ഭഗവാന്റെ സ്ഥാനമായിട്ട് കൽപ്പിക്കപ്പെടുന്നത് വാസുദേവനെന്ന് അറിയപ്പെടുന്നതും ആയിരിക്കുന്ന ആ ചിത്തം, അത് യാതൊന്നോ അത് തന്നെയാണ് മഹത്തത്വം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 22ാമത്തെ ശ്ലോകം, സ്വച്ഛത്വം അവികാരത്വം ശാന്തത്വം ഇതി ചേതസഃ വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാപാം പ്രകൃതിം പരാം. അതായത് ജലത്തിൻ്റെ ആ തനതായിരിക്കുന്ന സ്വഭാവം എന്ന പോലെ ആ ചേതസ്സിന് സ്വച്ഛത, വികാരഹീനത, ശാന്തത എന്നിങ്ങനെ 3 വൃത്തികൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. സ്വച്ഛത്വം അവികാരത്വം ശാന്തത്വം ഇതി ചേതസഃ. അപ്പം ചേതസ്സിന്, ചിത്തത്തിൻ്റെ ലക്ഷണം അപാംപര, ജലത്തിൻ്റെ തനതായിരിക്കും, ജലത്തിൻ്റെ ലക്ഷണം പോലെ തന്നെ എന്താണ് പ്രകൃതി, യഥാ ആ സ്വഭാവം ഏതുപോലെയോ അതുപോലെ. എന്തൊക്കെയാണ് ജലത്തിൻ്റെ സ്വച്ഛത്വം, നിർമ്മലത, അവികാരിത്വം, നിർവികാരത, ശാന്തത്വം, ആ പ്രശാന്തത, ഇതി എന്ന് ആ ആ വൃത്തികളാൽ പറയപ്പെടുന്നു. എന്നുകൂടി പറയാം. ആ 22ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കേണ്ടത്. സ്വച്ഛത്വം അവികാരത്വം ശാന്തത്വം ഇതി ചേതസഃ വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാപാം പ്രകൃതിം പരാ. അപ്പോൾ ആ ചിത്തത്തിൽ, ചേതസ്സിൽ, ചേതസ്സിൻ്റെ ആ ചിത്തത്തിൻ്റെ ലക്ഷണം, അതിൻ്റെ ലക്ഷണം, ചിത്തം എന്ന് പറയുന്നത് ആ മഹത്തത്വം ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജലത്തിൻ്റെ തനതായിരിക്കുന്ന ആ സ്വഭാവമാണ്. അതിന് പ്രകൃതി, തനതായ പ്രകൃതി, അതെങ്ങനെയാണ്? യഥാ സ്വഭാവം ഏതുപോലെയോ അതുപോലെയാണ്. സ്വച്ഛത്വം, നിർമ്മലത, അവികാരിത്വം, നിർവികാരത, ശാന്തത്വം, പ്രശാന്തത, ഇതി എന്നീ വൃത്തികളാൽ പ്രോക്തം പറയപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പം ഇതിൽ അന്വയം വരുന്നത് ചേതസഃ ലക്ഷണം അപാം പരാ പ്രകൃതി യഥാ സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി വൃത്തിഭിഃ പ്രോക്തം. എന്നുകൂടി പറയാം. ചേതസഃ ലക്ഷണം അപാം പരാ പ്രകൃതി യഥാ സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി വൃത്തിഭിഃ പ്രോക്തം. അതായത് ചിത്തത്തിൻ്റെ ലക്ഷണം ജലത്തിൻ്റെ തനതായ പ്രകൃതി സ്വഭാവം ഏതുപോലെയോ അതുപോലെ നിർമ്മലത, നിർവികാരത, പ്രശാന്തത എന്നീ വൃത്തികളാൽ പറയപ്പെടുന്നു. ജലത്തിൻ്റെ തനതായ സ്വഭാവം എന്ന പോലെയാണ് ചേതസ്സിനും സ്വച്ഛത, വികാരഹീനത, ശാന്തത എന്നിങ്ങനെ 3 വൃത്തികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി എന്നീ ക്രമത്തിലാണ് പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി. അപ്പോൾ പൃഥ്വി സംയോഗം ലഭിക്കുന്നതിന് മുൻപുള്ള ആ ജലത്തിൻ്റെ സ്വഭാവമാണ് പരാപ്രകൃതി എന്ന് പറയുന്നത്. പൃഥ്വി സംയോഗം ലഭിക്കുന്നതിന് മുൻപുള്ള ജലത്തിൻ്റെ സ്വഭാവമാണ് പരാപ്രകൃതി എന്ന് പറയുന്നത്. അതായത് മാധുര്യം, സ്വച്ഛത, ശാന്തത എന്നീ 3 ഗുണങ്ങളാണ് ആ ഭൂസ്പർശത്തിന് മുമ്പ് ജലത്തിന് ഉണ്ടായിരുന്നത്. ഭൂസ്പർശത്താൽ നുര, പത, തിരമാല ഇത്യാദികൾ ആ ജലത്തിൻ്റെ ഗുണങ്ങളിൽ കൂട്ടുചേരുകയാണ് ചെയ്യുന്നത്. അപ്പം ചേതസ്സിനും അന്യസംയോഗം ചേതസ്സിന്, ചിത്തത്തിനും മറ്റ് സംയോഗം ഒന്നില്ലാത്തിടത്തോളം കാലം അത് നൈർമല്യം, വികാരഹീനത, ശാന്തത എന്നീ ഗുണങ്ങളാണ് അതിൻ്റെയും സ്വഭാവം. അതിനാൽ ചേതസ്സും ഉദ്ഭവദശയിലുള്ള ജലവും സമാന ഗുണസ്വഭാവം ഉള്ളവയാണ്. അപാം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാം പ്രകൃതി ഫേന തരംഗാതിരഹിതാവസ്ഥാഃ പരാഭൂ സംസർഗാത് പ്രാക്തനി സാ യഥാ മധുരാ സ്വച്ഛ ശാന്താ ച തദ്വദിത്യർത്ഥഃ. അപ്പം മനസ്സ് സ്വതവേ നിർമ്മലാണ്, സംസർഗം കൊണ്ടാണ് അതിന് ഈ മാറ്റങ്ങൾ ഉണ്ടായിത്തീരണത് എന്നാണ് ഇവിടെ ഈ 22ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ നോക്കാം.
ഭൂസംസർഗത്തിന് മുമ്പുള്ള ജലത്തിന്റെ പ്രകൃതി പോലെ ഭഗവാന്റെ സ്വരൂപം ഗ്രഹിക്കുവാനുള്ള ശക്തി, വികാരശൂന്യത, ശാന്തത എന്നിവ വൃത്തിഭേദങ്ങളാൽ ചിത്തത്തിന്റെ ലക്ഷണം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പ്രസംഗവശാൽ ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന ഭഗവാന്റെ ബിംബത്തെ ഉൾഗ്രഹിക്കുവാൻ തക്കവിധം നിർമ്മലം ആയിരിക്കുന്ന ലയം, വിക്ഷേപം മുതലായ വികാരങ്ങളെ പ്രാപിക്കാതെ ഒരേ നിലയിൽ വിളങ്ങുക, രാഗദ്വേഷാദി വൃത്തികൾ ഉദിക്കാതെ ശാന്തമായിരിക്കുക എന്നീ ലക്ഷണങ്ങളാൽ ചിത്തത്തെ അറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിധം ആയിരിക്കുന്ന നിലയിൽ ചിത്തം എന്ന് പറയപ്പെടുന്നു. ഇതിനെ ചിത്തം എന്ന് പറയപ്പെടുന്നു. തിരമാല, നുര മുതലായിട്ടുള്ള വികാരങ്ങളില്ലാതെ മാധുര്യം, നൈർമല്യം എന്നിവ ആ ജലത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന ലക്ഷണം എന്നതുപോലെ മേൽപ്പറഞ്ഞ സ്വച്ഛത്വാദി ഗുണം ആ ചേതസ്സിൻ്റെ ലക്ഷണം. ഇതിൽ നിന്ന് ധരിക്കേണ്ടതായിരിക്കുന്ന സാരം ഇതാകുന്നു: ജലത്തിൽ നുര, തിരമാല മുതലായ മാറ്റങ്ങളും ചവർപ്പ്, പുളിപ്പ് മുതലായിരിക്കുന്ന ആ രസഭേദങ്ങളും ആ ഭൂമി, കാറ്റ് എന്നിവയോടുള്ള സംബന്ധം നിമിത്തമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ചേതസ്സിനും കാലുഷ്യം, രാഗാദിവൃത്തികൾ എന്നീ വികാരങ്ങൾ അന്യസംബന്ധം നിമിത്തം വന്നു ചേരുന്നവയാകുന്നു. സ്വതവേയുള്ള നില, ആ സർവജ്ഞത, ആനന്ദാവസ്ഥ എന്നിങ്ങനെയുള്ള ആ ഈശ്വര ഗുണം ശരിയായിട്ട് പ്രതിഫലിക്കുവാനുള്ള ഉപാധി എന്നു മാത്രമാകുന്നു ഈ ചിത്തം. അപ്പോൾ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ബന്ധവും ആ നിലയിൽ തന്നെ ഇരിക്കുമ്പോൾ മോക്ഷവും അനുഭവപ്പെടുന്നു എന്ന് അറിയണം. ആ ചേതസ്സിനെ സ്വന്തം നിലയിൽ നിർത്തുവാനുള്ള ഉപായമാകുന്നു യോഗാഭ്യാസങ്ങൾ എന്ന് ഇനിമേൽ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സംസാരബന്ധമുക്തി ആഗ്രഹിക്കുന്ന യഥാർത്ഥ മനുഷ്യൻ ഇതിലധികം സതുപദേശം, അവർക്കുള്ള ഇതിലധികം സതുപദേശം വേറൊന്നില്ല. വായനയേക്കാൾ അധികം ശക്തി ആലോചനയിൽ ആവണം, അല്ലാതെ ശരിയായിരിക്കുന്ന ഫലം കിട്ടുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് സ്വച്ഛത്വം അവികാരത്വം ശാന്തത്വം ഇതി ചിത്തസ്യ ലക്ഷണം. ചിത്തത്തിൻ്റെ ലക്ഷണമാണ് സ്വച്ഛത്വം, അവികാരത്വം, ശാന്തത്വം ഒക്കെ ചിത്തത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. മഹത്തത്വാദ് വികുർവാണാൻ ഭഗവദ്വീര്യസംഭവാത് ക്രിയാശക്തിരഹങ്കാര സ്ത്രിവിധഃ സമപദ്യത. മഹത്തത്വാദ് വികുർവാണാൽ ഭഗവദ്വീര്യസംഭവാത് ക്രിയാശക്തിരഹങ്കാര സ്ത്രിവിധഃ സമപദ്യത. ആ ഈശ്വരവീര്യത്തിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആ മഹത്തത്വത്തിൽ നിന്ന് അത് പിന്നെയും വികാരം പ്രാപിച്ചു. അതിന് ഒരു വികാരഭേദം ഉണ്ടായി. അപ്പോൾ അത് ക്രിയാശക്തിയുള്ള ആ 3 വിധത്തിലുള്ള അഹങ്കാരമായിട്ട് അവിടെ ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവദ്വീര്യസംഭവ, ഈശ്വരവീര്യത്തിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആ മഹത്തത്വം വികുർവാണാൽ വികാരം പ്രാപിച്ച് ക്രിയാശക്തി, ആ ക്രിയാശക്തിയുള്ളതും ത്രിവിധ 3 വിധവും ആയിരിക്കുന്ന അഹം തത്വം സമപദ്യത ഉണ്ടായി എന്നും കൂടി പറയാം. ഭവദ്വീര്യസംഭവാത്, ആ ഈശ്വരവീര്യത്തിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന മഹത്തത്വം വികുർവാണാൽ വികാരം പ്രാപിച്ചിട്ട് ക്രിയാശക്തിയുള്ളതും ത്രിവിധ 3 വിധത്തിലുള്ളതുമായിരിക്കുന്ന അഹങ്കാരതത്വം സമപദ്യത ഉണ്ടായി. അപ്പം അതിലത്തെ അന്വയം വരുന്നത് ഭഗവദ്വീര്യസംഭവാത് മഹത്തത്വം വികുർവാണാത്
ക്രിയാശക്തി ത്രിവിധ അഹങ്കാര സമപദ്യത. ഒന്നുകൂടി പറയാം. ഭഗവദ്വീര്യസംഭവാത് മഹത്തത്വാത് വികുർവാണാൻ ക്രിയാശക്തി ത്രിവിധ അഹങ്കാര സമപദ്യത. ഈശ്വര വീര്യത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ആ മഹത്തത്വം വികാരം പ്രാപിച്ചിട്ട് ക്രിയാശക്തിയുള്ളതും 3 വിധത്തിൽ ഉള്ളതുമായിരിക്കുന്ന ആ അഹംതത്വം അവിടെ ഉണ്ടായി. ഭഗവാന്റെ വീര്യം എന്ന ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ച ആ മഹത്തത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ ക്രിയാശക്തിയോട് കൂടിയതും 3 പ്രകാരഭേദങ്ങളോട് കൂടിയിരിക്കുന്ന അഹങ്കാരം അവിടെ ഉണ്ടായി. ഭഗവാന്റെ ആ സങ്കല്പത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ വികാരം പ്രാപിച്ച ആ മഹത്തത്വത്തിൽ നിന്നും രജോ ഗുണബഹുലവും സാത്വിക രാജസ താമസം ഭേദേന 3 തരത്തിലുള്ളതുമായിരിക്കുന്ന അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം എന്ന തത്വം ഉണ്ടായതിനെയും അതിൻ്റെ ലക്ഷണത്തെയാണ് ഇനി ഇത് പറയുന്നത്. 4 ശ്ലോകം കൊണ്ട് പറയുകയാണ്. ഈശ്വരന്റെ ചിത്ത് ജ്ഞാനം എന്ന ശക്തിയിൽ നിന്നും ഉത്ഭവിച്ചതായിരിക്കുന്ന ആ മഹത്തത്വത്തിന് വികാരം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് അഹങ്കാരം എന്ന തത്വം ഉണ്ടായി. മനസ്സ് മുതലായവയെ ഉണ്ടാക്കുവാനുള്ള ശക്തി, ക്രിയാശക്തി അതിനുണ്ട്. ആ അഹങ്കാരം 3 വിധമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത് തതോ വികുർവാണ, അത് വികാരഭേദം കൊണ്ട് മഹത്തത്വാ, ആ മഹത്തത്വം സാത്വിക രാജസ താമസ, സാത്വികവും രാജസവും താമസവുമായിരിക്കുന്ന ഇതി ത്രിവിധോഹങ്കാര, ഇങ്ങനെ പ്രകാരം 3 വിധത്തിലുള്ള അഹങ്കാരോ ബഭുവ, അഹങ്കാരമായിട്ട് അത് ഭവിച്ചു. തതോ വികുർവാണാൻ മഹത്തത്വാൻ സാത്വിക രാജസ താമസ ഇതി ത്രിവിധോ അഹങ്കാരോ ബഭുവ. അങ്ങനെ സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, താമസിക അഹങ്കാരം, അങ്ങനെ 3 അഹങ്കാരങ്ങളായിട്ട് അത് പരിണമിച്ചു എന്നുള്ള അർത്ഥം. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ വരുന്നത് വൈകാരിക സ്ഥൈജസശ്ച തമസശ്ച യതോഭവഃ മനസശ്ചേന്ദ്രിയാണാം ച ഭൂതാനാം മഹതാം അപി. അപ്പൊ അങ്ങനെ ആ അഹങ്കാരം, ആ വൈകാരികമായിട്ടുള്ള അഹങ്കാരം, അതിനെ സാത്വികം എന്ന് പറയും. തൈജസത്തിന് രാജസ അഹങ്കാരം എന്ന് പറയും. താമസ അഹങ്കാരത്തിന് താമസികമായിരിക്കുന്ന അഹങ്കാരം 3 വിധത്തിൽ പറയും. മനസാച, ആ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മഹതാം ഭൂതാനാം അപി, മഹാഭൂതങ്ങളുടെയും ഉൽപ്പത്തി യതഃ, അതിൽ നിന്നാണ്. ഈ 3 അഹങ്കാരത്തിൽ കൂടിയിട്ടാണ് ആ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പിന്നെ ഭൂതങ്ങളുടെയും ഒക്കെ ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പദങ്ങൾ നോക്കാം. വൈകാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക അഹങ്കാരം, വികാരപരമായിരിക്കുന്ന സാത്വികമായിരിക്കുന്ന അഹങ്കാരം. തൈജസഹ ച, രാജസമായിരിക്കുന്ന അഹങ്കാരം. താമസഹ ച, താമസിക അഹങ്കാരം. ഇങ്ങനെ 3 വിധം. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. പിന്നെ അതിൽ നിന്നും മനസ്സഹ ച, ആ മനസ്സിൻ്റെയും ഇന്ദ്രിയാണാം ച, ഇന്ദ്രിയങ്ങളുടെയും മഹതാം ഭൂതാനാം അപി, മഹാഭൂതങ്ങളുടെയും ഭവഃ, ഉൽപ്പത്തി അതിൽ നിന്നത്രേ. യതഃ, അതിൽ നിന്നത്രേ. അപ്പോൾ വൈകാരിക അഹങ്കാരം സാത്വികം, തൈജസഃ ച രാജസം, താമസഃ ച താമസം. ഇങ്ങനെ ആ 3 വിധം മനസ്സഹ, മനസ്സിൻ്റെയും ഇന്ദ്രിയാണാം ച, ഇന്ദ്രിയങ്ങളുടെയും മഹതാം ഭൂതാനാം അപി, മഹാഭൂതങ്ങളുടെയും ഭവഃ, ഉൽപ്പത്തി. യതഃ, അത് ഏതിൽ നിന്നാണ് ഉണ്ടായത് അതാണ്
മഹത്തത്വത്തിൽ നിന്നാണ് ഈ മൂന്ന് വിധ അഹങ്കാരങ്ങൾ ഉണ്ടായതെന്നർത്ഥം. അപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ പ്രകാശങ്ങൾ സാത്വികം, രാജസം, താമസം എന്നിവയാണ്. ആ അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ ഇവ ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. ഭഗവത് ലക്ഷണങ്ങളായിരിക്കുന്ന ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളിൽ വീര്യമാണ് മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം. അതിൽ നിന്നും അഹങ്കാരം. ഇതിനെപ്പറ്റി 5-ാം അധ്യായത്തിൽ വിശദം ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ അഹങ്കാരം സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, ഇങ്ങനെ താമസാഹങ്കാരം, ഇങ്ങനെ 3 വിധമായിട്ട് തന്നു. ആ അഹങ്കാരത്തിൽ താമസാഹങ്കാരത്തിൽ നിന്ന് ആ അന്ധക്കരണത്തിൻ്റെയും ഇന്ദ്രിയങ്ങൾ, അപ്പൊ താമസിക അഹങ്കാരത്തിൽ നിന്നാണ് ഈ അന്ധക്കരണത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും ഒക്കെ ഉൽപ്പത്തി യഥാക്രമം ഭവിച്ചിരിക്കുന്നത്. താമസിക അഹങ്കാരത്തിൽ നിന്നാണ് ഈ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങളൊക്കെ, പഞ്ചമഹാഭൂതങ്ങൾ ഇവയൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പോൾ വൈകാരികം, തൈജസം, താമസം എന്നാണ് 3 വിധമായിരിക്കുന്ന അഹങ്കാരങ്ങൾക്ക് സംജ്ഞ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയുടെ ഉത്കൃഷ്ടമായിരിക്കുന്ന സമത എന്ന നിലയ്ക്കുണ്ടായിട്ടിരിക്കുന്ന ആദ്യത്തെ ആ മാറ്റത്തിൽ വികാരം എന്ന് പേർ. അതാണ് ആ ആദ്യ വികൃതിയിൽ സത്വഗുണത്തിൻ്റെ തന്നെ പ്രാധാന്യം. അപ്പോൾ അതോട് ചേർന്നതായിരിക്കുന്ന മഹത്തത്വം, അതാണ് സത്വഗുണപ്രധാനമായിരിക്കുന്ന അഹങ്കാരം, അല്ലെങ്കിൽ വൈകാരികാഹങ്കാരം എന്നും പറയും അതിനെ. പിന്നെ രജോ ഗുണത്തിൽ പ്രതിഫലിച്ചിട്ടിരിക്കുന്നതായിരിക്കുന്ന മഹത്തത്വത്തിൽ ആ രാജസാഹങ്കാരം അല്ലെങ്കിൽ ആ തൈജസാഹങ്കാരം എന്നും അതിന് പേര്. തമോ ഗുണത്തിൽ പ്രതിഫലിച്ചതായിരിക്കുന്ന മഹത്തത്വത്തിന് താമസാഹങ്കാരം എന്നു പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 വിധമായ അഹങ്കാരങ്ങളിൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും, രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്നും മഹാഭൂതങ്ങളും ഉണ്ടായി എന്ന് പറയാം. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, മഹാഭൂതങ്ങൾ എന്നിവയുടെ ആ സാരൂപ്യങ്ങളായി തീർന്ന അഹങ്കാരത്തെ 1000 ശിരസ്സുകളോടും അപരിച്ഛിന്ന മാഹാത്മ്യത്തോടും കൂടിയിരിക്കുന്ന ആ സാക്ഷാൽ സംഘർഷണൻ എന്നു പേരുള്ള ആ മഹാപുരുഷൻ എന്ന് പറയുന്നു. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, മഹാഭൂതങ്ങൾ എന്നിവയുടെ സ്വരൂപങ്ങളായി തീർന്ന അഹങ്കാരത്തെയാണ് 1000 ശിരസ്സുകളോടും അപരിച്ഛിന്ന മാഹാത്മ്യത്തോടും കൂടിയിരിക്കുന്ന സാക്ഷാൽ സംഘർഷണൻ എന്ന പേരുള്ള മഹാപുരുഷൻ എന്ന് അതിനെ പറയപ്പെടുന്നു എന്ന് പറയും. അപ്പൊ 25-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. സഹസ്രശിരസം, അതാണ് ഇതിൽ പറയുന്നത്. സഹസ്രശിരസം സാക്ഷാദ്യമനന്തം പ്രജക്ഷത്തെ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം. ആ ഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, മനസ്സ് ഇവയോട് കൂടിയിരിക്കുന്ന അഹങ്കാരതത്വത്തെ സാക്ഷാൽ സംഘർഷണാഖ്യം, സംഘർഷണൻ എന്നാണ് പറയുക. മറ്റേ ചിത്തത്തെ വാസുദേവൻ, ഈ മനസ്സിനെ സംഘർഷണൻ എന്നാണ് പറയുക. സംഘർഷണാഖ്യം സഹസ്രശിരസവും 1000 ശിരസ്സുള്ള അനന്തനെ അധിഷ്ഠാന ദേവതയായിട്ട് പറഞ്ഞു വരുന്നു. അപ്പൊ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സഹസ്രശിരസം സാക്ഷാദ്യമനന്ത പ്രജക്ഷത്തെ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം. ഭൂതേന്ദ്രിയ മനോമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയായ യാതൊരു അഹങ്കാര തത്വത്തെ സാക്ഷാത് സംഘർഷണാഖ്യം, സംഘർഷണൻ എന്നുപേരുള്ള സഹസ്രശിരസം 1000 ശിരസ്സുള്ള അനന്തനെ പുരുഷം അധിഷ്ഠാനദേവനായിട്ട് പ്രജക്ഷതേ പറഞ്ഞു വരുന്നു. ഒന്നുകൂടി പറയാം. ഭൂതേന്ദ്രിയ മനോമയം, മനോമയം, അഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയായിരിക്കുന്ന യാതൊരു അഹങ്കാരതത്വത്തെ സാക്ഷാത് സംഘർഷണാഖ്യം, സംഘർഷണൻ എന്നുപേരുള്ള സഹസ്രശിരസം 1000 ശിരസ്സുള്ള അനന്തനെ പുരുഷൻ അധിഷ്ഠാനദേവനായിട്ട് പ്രചക്ഷത്തെ പറഞ്ഞു വരുന്നു. അപ്പോൾ അത് തന്വയം ഭൂതേന്ദ്രിയ മനോമയം സാക്ഷാത് സംഘർഷണാഖ്യം
സഹസ്രശിരസം അനന്തം പുരുഷം പ്രജക്ഷത്തെ. എന്നുകൂടി പറയാം. ഭൂതേന്ദ്രിയ മനോമയം യം സാക്ഷാത് സംഘർഷണാഖ്യം സഹസ്രശിരസം അനന്തം പുരുഷം പ്രചക്ഷത്തെ. അതായത് ഭൂതങ്ങൾ, മനസ്സ് എന്നിവയായിരിക്കുന്ന യാതൊരു അഹംതത്വത്തെ സാക്ഷാൽ സംഘർഷണൻ എന്നു പേരുള്ള 1000 ശിരസ്സുള്ള അനന്തനെ അധിഷ്ഠാന ദേവതയായിട്ട് അവിടെ പറഞ്ഞു വരുന്നു. മഹാഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയായിട്ട് പിരിഞ്ഞ ആ അഹങ്കാരത്തിന്റെ അധിദൈവമാണ് 1000 ശിരസ്സോട് കൂടിയിരിക്കുന്ന സംഘർഷണൻ എന്ന അനന്തമൂർത്തി. ഇവിടെ ആ അഹങ്കാരം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ രൂപങ്ങളിൽ വികാരം പ്രാപിക്കുന്ന ഈ അഹങ്കാരത്തെ 1000 ശിരസ്സുള്ള അനന്തൻ, സംഘർഷണൻ എന്നെല്ലാം പറയുന്നു. അഹങ്കാരത്തെ തന്നെ അഭേദം ആയിട്ട് സംഘർഷണൻ എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം ആ അഹങ്കാര തത്വത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ആ ദേവനായിരിക്കുന്ന സംഘർഷണനും ആ അഹങ്കാര തത്വവും ഭിന്നമല്ലെന്നുള്ള ഭാവനയോടുകൂടി ഉപാസിപ്പാൻ വേണ്ടിയിട്ടാകുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, വാസുദേവനും സംഘർഷണനും. ഒരു വ്യക്തിയിൽ ഞാനെന്ന് തോന്നുന്ന ഭാവത്തെ സർവവ്യാപകമാക്കുന്നുവെങ്കിൽ സകല വ്യക്തികളും ഞാൻ തന്നെ, ഞാൻ പരിച്ഛിന്നനല്ല. സഹസ്രശിരസ്സും കൈകളും കാലുകളും ഉള്ളവൻ എന്ന ഭാവന യാതൊന്നോ അതുതന്നെയാകുന്നു സംഘർഷണോപാസന എന്ന് പറയപ്പെടുന്ന എന്ന് ധരിച്ചു കൊള്ളണം എന്നാണ് ഇതിൽ പറയണം. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. അപ്പൊ യസ്മാത് മന ഇന്ദ്രിയ ഭൂതാനാം സമുൽപത്തി, ഇതിൽ നിന്നും ആ അഹങ്കാരത്തിൽ സത്വം, രജസ്, തമസ തുടങ്ങിയിരിക്കുന്ന അഹങ്കാരങ്ങളിൽ നിന്നും ആ മനസ്സ്, ഇന്ദ്രിയങ്ങള്, ഭൂതങ്ങള് എന്നിവ ഉത്ഭവിക്കുന്നു. സമുൽപത്തി യം അഹങ്കാരം ഭൂതേന്ദ്രിയ മനോമയം, അങ്ങനെയുള്ള ഈ അഹങ്കാരത്തെ, ആ ഭൂതേന്ദ്രിയ മനോമയമായിരിക്കുന്ന ഈ അഹങ്കാരത്തെ സംഘർഷണാഖ്യം പ്രചക്ഷതേ, സംഘർഷണൻ എന്ന ദേവത ആയിട്ട് പറയപ്പെടുന്നു. യസ്മാത് മന ഇന്ദ്രിയ ഭൂതാനാം സമുൽപത്തി യം അഹങ്കാരം ഭൂതേന്ദ്രിയ മനോമയം സംഘർഷണാഖ്യം പ്രചക്ഷതേ എന്നാണ് അതിൽ പറയുന്നത്. അടുത്ത ശ്ലോകം അപ്പൊ ഈ ചതുർവ്യൂഹ തത്വം ആ 21-ാം ശ്ലോക വ്യാഖ്യാനത്തിൽ നമ്മൾ സ്പർശിച്ച് പറയുകയുണ്ടായി. അപ്പൊ അധിഭൂതമായിരിക്കുന്ന മഹത്തത്വത്തിന്റെ ആധ്യാത്മികമായ ആധ്യാത്മമായ അഹങ്കാരത്തിന്റെ അധിദൈവമായിട്ട് സംഘർഷണ മൂർത്തിയെ പറയണം. ആദ്യത്തെ മഹത്തത്വത്തിന് വാസുദേവൻ ആയിട്ടാണ് പറയുന്നത്, ഇത് സംഘർഷണായിട്ട്. അപ്പൊ വേദാന്ത പരിഭാഷ പ്രകാരം ഏതേഭ്യഃ പുനരാകാശാദിഗത സാത്വികാംശോഭ്യോ മീലിതേഭ്യോ മനോബുദ്ധ്യഹങ്കാര ചിത്താനി ജായന്തേ മന ആദീനാം ചതുർണാം ക്രമേണ ചന്ദ്രചതുർമുഖ ശങ്കരാച്യുതാധിഷ്ഠിതാതൃ ദേവതാഹ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെ അധിഷ്ഠാതൃദേവതകൾ. ചന്ദ്രന്റെ അധിഷ്ഠാന ദേവത ബ്രഹ്മാവ്, വിഷ്ണു മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെ അധിഷ്ഠാതൃ ദേവതകളാണ് ചന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു. മനസ്സിന്റെ ചന്ദ്രൻ, ബുദ്ധിയുടെ ബ്രഹ്മാവ്, അതൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അഹങ്കാരത്തിന്റെ ശിവൻ, പിന്നെ ചിത്തത്തിന്റെ വിഷ്ണു. അതിനാൽ ആ അഹങ്കാരത്തിന്റെ അധിദൈവം സംഘർഷണൻ എന്നും ആ ഭാഗവത ശ്ലോക സംഖ്യ കൊണ്ട് അധിഷ്ഠാതാവ് ഇങ്ങനെ സിദ്ധിക്കണം. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26-ാമത്തെ. ശ്ലോകം. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ചേതി ലക്ഷണഃ ശാന്തഘോര വിമൂഢത്വം ഇതി വാ സ്യാദഹം കൃതേഃ. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ചേതി ലക്ഷണം
ശാന്ത ഘോര വിമൂഢത്വം ഇതി വാ സ്യാദ് അഹംകൃതേ. അപ്പൊ ഈ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്തൃത്വം, കർത്താവെന്ന അഭാവം. കരണത്വം, ചെയ്യുന്ന ആ കരണം, ചെയ്യുന്നതും ഞാനാണ് എന്നുള്ള ഭാവം. കർത്തൃത്വം, കരണത്വം, പിന്നെ കാര്യത്വം, കാര്യം, ഇത് കാര്യത്തിന്റെ ഭാവം. അങ്ങനെ ഇങ്ങനെ ആ അഹങ്കാരത്തിന്റെ ആ ലക്ഷണം, അതിനെ ആ 3 തരത്തിലെ ശാന്തം, ഘോരം, മൂഢത, ഇതാണ് 3 അവസ്ഥ. ഇതില് ശാന്തമായിട്ടുള്ളതാണ് ആ കർത്തൃത്വമായിട്ടുള്ളത്. കരണത്വം എന്ന് വരുമ്പോൾ അത് ഘോരമായിട്ടുള്ളതായി. പിന്നെ ആ കാര്യത്വം എന്ന് പറയുന്നത് അതിൻ്റെ ആ മൂഢത. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് അഹങ്കാരത്തിന് കർത്തൃത്വം, കരണത്വം, കാര്യത്വം എന്നിങ്ങനെ 3 അവസ്ഥകളുണ്ട്. അതായത് ശാന്തത, ഘോരത, അതുപോലെ മൂഢത എന്നീ ഭാവങ്ങളുടെ ഫലം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. കർത്തൃത്വം, കർത്താവെന്ന ഭാവം. കരണത്വം, കാരണമെന്ന ഭാവം. കാര്യത്വം, കാര്യമെന്ന ഭാവം. ഇതി, ഇങ്ങനെയാണ് അഹംകൃതേഹേ, ആ അഹങ്കാരത്തിന്റെ ലക്ഷണം. ശാന്ത ഘോര വിമൂഢത്വം, ശാന്തത, ഘോരത, മൂഢത. ഇതി സ്യാത്, ഇങ്ങനെയും പറയാം ആണ് അതിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. കർത്തൃത്വം, കർത്താവെന്ന ഭാവവും. കരണത്വം ച, കാരണം എന്ന ഭാവവും. കാര്യത്വം ച, കാര്യമെന്ന ഭാവവും. ഇതി, ഇങ്ങനെയാണ് അഹംകൃതേഹേ, ആ അഹങ്കാരത്തിന്റെ ലക്ഷണം. ശാന്ത ഘോര വിമൂഢത്വം, ശാന്തത, ഘോരത, മൂഢത. ഇത് സ്യാത്, ഇങ്ങനെയും അതിനെ പറയാം. അപ്പോൾ ഇതിലത്തെ അന്വയം വരുന്നത് കർത്തൃത്വം, കരണത്വം, കാര്യത്വം. കർത്തൃത്വം, കരണത്വം ച കാര്യത്വം ച ഇതി അഹംകൃതേഹേ ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി സ്യാത്. ഒന്നുകൂടി പറയാം. കർത്തൃത്വം, കരണത്വം ച കാര്യത്വം ച ഇതി അഹംകൃതേഹേ ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി സ്യാത്. കർത്താവെന്ന ഭാവവും, കാരണമെന്ന ഭാവവും, കാര്യമെന്ന ഭാവവും, ഇങ്ങനെയാണ് അഹങ്കാരത്തിന്റെ ആ ലക്ഷണം. അങ്ങനെ അശാന്തത, ഘോരത, മൂഢത എന്നും ഇതിനെ പറയാം. അപ്പോൾ സത്വഗുണത്തിന്റെ സ്വാധീനത്താൽ ശാന്തത ലഭിക്കുന്നു. അതിന്റെ ഫലമായിട്ട് കർത്തൃത്വബോധം സംജാതമാകുന്നു. അപ്രകാരം രജോ ഗുണത്താൽ അത് ഘോരം ആയിട്ട് ആ കരണത്വവും, തമോ ഗുണത്താൽ അത് മൂഢത്വവും കാര്യത്വവും ഒക്കെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ത്രിഗുണങ്ങൾ ദേവതേന്ദ്രിയ ഭൂത രൂപങ്ങളാണ്. ആണ് ജന്മാദ്യസ്യ ഇത്യാദിയായിരിക്കുന്ന ശ്ലോകത്തിലെ ത്രിസർഗ എന്ന് പറയുന്നത്. ത്രിഗുണങ്ങളുടെ ആ സൃഷ്ടി. ത്രിഗുണ എന്ന വാക്യത്തിന്റെ വ്യാഖ്യാനം. ആ ദേവതകൾ സാത്വിക ദേവതകളുണ്ട്. ശാന്തരായിരിക്കുന്ന അവരുടെ സ്വാധീനത്താൽ കർത്തൃത്വം അഥവാ ഇതിനെല്ലാം കാരണക്കാരൻ എന്ന ഭാവം. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ രാജസം ആയിരിക്കുന്നതാണ്. ആ ഘോരമായിരിക്കുന്ന അവയുടെ സ്വാധീനത്താൽ കരണത്വം അഥവാ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന ഭാവം. പിന്നെ പഞ്ചഭൂതങ്ങൾ, ആ താമസം ആയിരിക്കുന്ന ആ ഭാവം. അതായത് മൂഢത്വ സ്വഭാവമുള്ള ഒരു ശക്തി ഇതില്ല. അവയുടെ സ്വാധീനത്താൽ കാര്യത്വം അഥവാ ദേഹവാൻ എന്ന അഹംഭാവം. ഞാൻ ഈ ദേഹം ആണെന്ന അഹംഭാവം. അങ്ങനെ കർത്തൃത്വം ദേവതാദിരൂപേണ, കരണത്വം ഇന്ദ്രിയ രൂപേണ കാര്യത്വം. ദേവതയുടെ രൂപത്തിലാണെങ്കിൽ അത് കർത്തൃത്വം ആണ്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലാണെങ്കിൽ അത് കരണത്വം. അതുപോലെ ഭൂത രൂപത്തിലാണെങ്കിൽ അത് കാര്യത്വം. അങ്ങനെ സാംഖ്യകാരിക പ്രകാരം കരണം 13 പ്രകാരമുണ്ട്, കാര്യം 10 പ്രകാരം. ദശേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ 10 മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയാണ് 13 കരണങ്ങൾ. കരണം എന്ന് പറയുന്നത് 13 അപ്പൊ ദശേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ചേർന്നതാണ് കരണങ്ങൾ. ഇതൊക്കെ
കരണങ്ങളിൽ പെടുന്നു. അപ്പം സാഖ്യകാരിക പ്രകാരം 13 കരണങ്ങളാണുള്ളത്. കർമ്മേന്ദ്രിയങ്ങളുടെ വൃത്തികൾ കാര്യങ്ങൾ. ഇവ ഓരോന്നും ഭൗതികം ദൈവികം എന്നതാകിയാൽ 10 കർമ്മേന്ദ്രിയങ്ങളുടെ വൃത്തികൾ. പിന്നെ കരണം 13 വിധം. തദാഹരണധാരണ പ്രകാശകരം കാര്യം ച തസ്യ ദശധാ ഹാര്യം ധാര്യം പ്രകാശശ്ച. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇതിപ്പോൾ 26-ാമത്തെ ഇതിൽ ഭൂതങ്ങള് ഇന്ദ്രിയങ്ങള് മനസ്സ് എന്നീ രൂപങ്ങളിൽ ആ വികാരം പ്രാപിക്കുന്ന ആ അഹങ്കാരത്തെ 1000 ശിരസ്സുള്ള സംഘർഷണം എന്ന് പറഞ്ഞു. ആ ദേവതാരൂപേണ ആ കർത്തൃത്വം, ദേവതാരൂപേണ വർത്തിക്കുമ്പോൾ അത് കർത്തൃത്വമായിട്ടും, ഇന്ദ്രിയ രൂപേണ വർത്തിക്കുമ്പോൾ കരണത്വമായിട്ടും, ഭൂതരൂപേണ വർത്തിക്കുമ്പോൾ അത് കാര്യത്വവുമായിട്ടുള്ള അഹങ്കാരത്തിന്റെ ലക്ഷണമാകുന്നു. അങ്ങനെ സാത്വിക രാജസ താമസാഹങ്കാരത്താൽ യഥാക്രമം ഈ ശാന്തത്വം, ഘോരത്വം, ആ മൂഢത്വം ഇവയൊക്കെ അതിൻ്റെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നു എന്നർത്ഥം. അപ്പം അഹങ്കാര ലക്ഷണങ്ങൾ മറ്റൊരു വിധത്തിൽ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവന്മാരെന്ന നിലയിൽ കർത്തൃത്വഭാവത്തെയും, ഇന്ദ്രിയങ്ങൾ എന്ന നിലയിൽ കാരണാവസ്ഥയെയും, ഭൂതങ്ങൾ എന്ന നിലയിൽ കാര്യസ്വരൂപത്തെയും വഹിച്ച് കാണപ്പെടുന്നതിന് പ്രധാന കാരണം അഹങ്കാരമാകുന്നു. അല്ലെങ്കിൽ ശാന്തം, ഘോരം, മൂഢം എന്ന 3 അവസ്ഥകൾക്ക് കാരണം ആ അഹങ്കാരത്തിൻ്റെ 3 വിധ ഭേദമാകുന്നു എന്നും അഹങ്കാരത്തിൻ്റെ ലക്ഷണം ആയിട്ട് അതിനെ നിർണയം ചെയ്യണു ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഈ അഹങ്കാരം ഭൂതേന്ദ്രിയ മനോമയം സംഘർഷണാഖ്യം പ്രത്യക്ഷതേ എന്ന് പറഞ്ഞു. ദേവതേന്ദ്രിയ ഭൂതരൂപേണ അഹങ്കാരസ്യ, ദേവതയുടെ രൂപത്തിലും ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലും ഭൂതങ്ങളുടെ രൂപത്തിലും ഉള്ള ഈ അഹങ്കാരങ്ങൾ ആയിട്ട് അതിനെ ലക്ഷണമായിട്ട് പറയുന്നു. ലക്ഷണം സ്യാ ഇത്രേ പറയുന്നു. അപ്പോൾ ദേവതേന്ദ്രിയ ഭൂതരൂപേണ അഹങ്കാരസ്യ ലക്ഷണം സ്യാ. അപ്പോൾ അടുത്ത ശ്ലോകം വൈകാരികാദ് വികുർവാണാൻ മനസസ്തത്വ അജായത യത് സങ്കല്പ വികല്പാഭ്യാം വർത്തതേ കാമസംഭവഃ. വൈകാരികാദ് വികുർവാണാൻ, സാത്വികാഹങ്കാരം വികാരഭേദം ഭാവിച്ചിട്ട് മനസ്തത്വ അജായത, മനസ്സിൻ്റെതായിരിക്കുന്ന തത്വം അവിടെ ഉണ്ടായി എന്നാണ്. യത് സങ്കല്പം, അത് എന്താ അതിൻ്റെ ഭാവങ്ങൾ, സങ്കല്പവും വികല്പവുമാണ് മനസ്സിൻ്റെ ആ ഭാവം. വർത്തതേ കാമ, അതിൽ നിന്നാണ് കാമങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ കാമസംഭവ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്ന ആഗ്രഹങ്ങളുടെയൊക്കെ ഉൽപ്പത്തി മനസ്സിൽ നിന്നാണ്. അപ്പോൾ വൈകാരികാദ് വികുർവാണാൻ മനസ്തത്വം അജായത യത് സങ്കല്പ വികല്പാഭ്യാം വർത്തതേ കാമസംഭവ. വികുർവാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരത്തിന് വിധേയമായിട്ട്, അത് വികാരം പ്രാപിച്ചിട്ട് എന്നർത്ഥം. എന്തുണ്ടായി? വൈകാരികാൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്തത്വം, ആ മനസ്സാകുന്ന തത്വം അജായത ഉണ്ടായി. അത് സങ്കല്പം വികല്പം എന്നീ അവസ്ഥകളിൽ യത് സങ്കല്പ വികല്പാഭ്യാം, മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പവും വികല്പവുമാണ്. അതിൽ നിന്നാണ്, ആ മനസ്സിൽ നിന്നാണ് കാമസംഭവ, കാമത്തിന്റെ ആവിർഭാവം. വർത്തതേ എന്ന് പറഞ്ഞാൽ വർത്തിക്കുന്നു. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. വികുർവാണാൽ, വികാരത്തിന് വിധേയമായ വൈകാരിക, ആ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്തത്വം, മനസ്സിന്റെ തത്വം അജായത ഉണ്ടായി. യത് സങ്കല്പ വികല്പാഭ്യാം, സങ്കല്പം വികല്പം എന്നീ അവസ്ഥകളാൽ മനസ്സിൽ നിന്ന് കാമസംഭവ, കാമത്തിന്റെ ആവിർഭാവവും വർത്തതേ വർത്തിക്കുന്നു. ഒന്നുകൂടി പറയാം. വികുർവാണാൽ, വികാരത്തിന് വിധേയമായ വൈകാരിക, ആ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്തത്വം
അജായത ഉണ്ടായി. യത് സങ്കല്പ വികൽപ്പാഭ്യാം സങ്കല്പം വികല്പം എന്നീ അവസ്ഥകളിൽ മനസ്സിൽ നിന്ന് കാമസംഭവ കാമത്തിന്റെ ആവിർഭാവം വർത്തിക്കുന്നു. ഇപ്പോഴത്തെ അന്വയം വികുർവാണാൽ വൈകാരികാത് മനസ്തത്വം അജായത യത് സങ്കല്പ വികൽപ്പാഭ്യാം കാമസംഭവ വർത്തതേ. ഒന്നുകൂടി പറയാം. വികുർവാണാൽ വൈകാരികാൽ മനസ്തത്വം അജായത യത് സങ്കല്പം വികല്പം യത് സങ്കല്പ വികൽപ്പാഭ്യാം കാമസംഭവ വർത്തതേ. അതായത് ആ വികാരത്തിന് വിധേയമായിരിക്കുന്ന ആ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്തത്വം ഉണ്ടായി. സങ്കല്പം വികല്പം എന്നീ അവസ്ഥകളിൽ മനസ്സിൽ നിന്ന് കാമത്തിന്റെ ആവിർഭാവവും ഉണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്തത്വം ഉത്ഭവിച്ചു. മനസ്സിന്റെ സങ്കല്പം വികല്പം എന്നിവ ഹേതുവായിട്ട് കാമം ആഗ്രഹം ആവിർഭവിക്കുന്നു എന്ന് പറയുന്നു. സാത്വികാഹങ്കാരമാണ് മനസ്സിന് രൂപം കൊടുത്തത്. മനസ്സിലാണ് സങ്കല്പം വികല്പം എന്നീ രണ്ട് വ്യാപാരങ്ങൾ. അവയുടെ ഫലം ആണ് കാമം അഥവാ ആഗ്രഹം എന്ന ആ വികാരം. അപ്പോൾ വൈകാരികം തൈജസം ഇത്യാദി സംജ്ഞകൾ വന്നതിനെ പറ്റിയുള്ള ആ സാഖ്യകാരിക വ്യാഖ്യാനം 5-ാം അധ്യായം 30-ാം ശ്ലോകത്തിൽ വ്യാഖ്യാനത്തിലും പറയുന്നുണ്ട്. സങ്കല്പം എന്നാൽ ചിന്തനം എന്നർത്ഥം. വികല്പം എന്നാൽ വിശേഷ ചിന്തനം എന്ന് ശ്രീധരിയൻ പറയുന്നുണ്ട്. കാമസംഭവം എന്നാൽ കാമനിൽ നിന്നും സംഭവിച്ചത് എന്ന് അർത്ഥം. അതല്ല ശരിക്ക്. കാമനിൽ നിന്നും സംഭവിച്ചതല്ല, കാമരൂപത്തിലുള്ള വൃത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അഥവാ ആഗ്രഹപൂരണത്തിനുള്ള പ്രയത്നം എന്നാണ് അതിൻ്റെ അർത്ഥം. കാമനിൽ നിന്ന് സംഭവിച്ചത് എന്നാണ് അർത്ഥമെങ്കിൽ ഇവിടെ കാമദേവന്റെ 2ാം ജന്മമായിരിക്കുന്ന പ്രദ്യുമ്നനെ ആധിദൈവമായിട്ട് പറയേണ്ടതായിട്ട് വരും. പക്ഷേ അടുത്ത ശ്ലോകത്തിൽ അനിരുദ്ധനെയാണ് പറയുന്നത്. അതിനാൽ കാമനിൽ നിന്ന് സംഭവിച്ചത് എന്നല്ല അർത്ഥമാക്കേണ്ടതെന്ന് ശ്രീധരാചാര്യർ പ്രത്യേകം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത് സങ്കല്പത്താൽ വികാരം പ്രാപിച്ച സാത്വികാഹങ്കാരത്തിൽ നിന്നും മനസ്സെന്ന തത്വം ഉണ്ടായി. മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെ കൊണ്ട് കാമരൂപമായിരിക്കുന്ന വൃത്തിയുണ്ടാകുന്നു. അപ്പോൾ ജീവാത്മാവിന് വൈകാരികാഹങ്കാരം സംബന്ധം നിമിത്തം കർത്താവെന്നും തൈജസാഹങ്കാരം സംബന്ധം നിമിത്തം ഇന്ദ്രിയവാനെന്നും താമസാഹങ്കാരം നിമിത്തം ദേഹവാനെന്നും അഭിമാനം ഉണ്ടാകുന്നുവെന്ന് സാരം. അല്ലെങ്കിൽ സാത്വികാഹങ്കാര സംബന്ധത്താൽ ജീവന് ശാന്തിയും തൈജസാഹങ്കാര ഭാവത്താൽ പ്രവൃത്തിയിൽ തീക്ഷ്ണതയും താമസാഹങ്കാരത്താൽ ആലസ്യവും ഉണ്ടാകുന്നു. ഈ ലക്ഷണങ്ങളെ കൊണ്ട് അഹങ്കാരമാകുന്ന ലക്ഷ്യത്തെ അറിഞ്ഞുകൊള്ളണം. ജീവാത്മാവിൻ്റെ ബഹുവിധ ഭാവഭേദങ്ങൾക്കും കാരണം ആ സത്വാദി ഗുണങ്ങളോടുള്ള ചേർച്ചയാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. ശുദ്ധ ചൈതന്യം ജീവൻ, ആ ഗുണബന്ധം അശുദ്ധിക്ക് കാരണം എന്ന് ധരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആ മനസ്സിന്റെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും പറയുകയാണ്. സാത്വികാഹങ്കാരത്തിന്റെ വികാരത്തിൽ നിന്ന് മനസ്സ് എന്ന തത്വമുണ്ടായി. ആ വിഷയത്തെ ചിന്തിക്കുന്നതായിരിക്കുന്ന സങ്കല്പവും വിഷയത്തിന്റെ വിശേഷാവസ്ഥകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വികല്പവും അതൊക്കെ മനസ്സിന്റെ പ്രവൃത്തികളാകുന്നു. ഇത് നിമിത്തം കാമം എന്നു പേരായിട്ടുള്ള വൃത്തി മനസ്സിൽ പ്രകാശിക്കുന്നു എന്നർത്ഥം. അപ്പൊ അതിന്റെ വ്യാഖ്യാനം വികുർവാണാൽ സാത്വികാഹങ്കാരം വികാരം പ്രാപിച്ച് സങ്കല്പ വികല്പാത്മകം സങ്കല്പകവും വികല്പവുമായിരിക്കുന്ന ആത്മകം ആ ഭാവങ്ങളോട് കൂടിയിരിക്കുന്ന മനസ്തത്വം മനസ്സിന്റെ തത്വം ജജ്ഞേ ഉണ്ടായി. എന്നൂടി പറയാം. വികുർവാണാൽ സാത്വികാഹങ്കാരാൽ സങ്കല്പ വികല്പാത്മകം മനസ്തത്വം ജജ്ഞേ. അപ്പൊ ഇനി ബാക്കിയുള്ള ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.